ബലാത്സംഗക്കേസിൽ ഇരയുടെ മൊഴിയാണ് സർവ്വപ്രധാനമായി കണക്കാക്കേണ്ടത്. ഇര പരാതി നൽകുന്ന പക്ഷം ഇരയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നിശ്ചിത വകുപ്പുകൾ ചുമത്തി കേസെടുക്കേണ്ടതും ഇരയുടെ മൊഴി മജിസ്ട്രേറ്റിനു മുൻപിൽ രേഖപ്പെടുത്തേണ്ടതുമാണ്. ഈ അവസരത്തിൽ പ്രതിയായി ആരോപിക്കപ്പെടുന്ന വ്യക്തി താൻ സംഭവസമയത്ത് പ്രസ്തുത സ്ഥലത്തുണ്ടായിരുന്നില്ല, മറ്റൊരു സ്ഥലത്തായിരുന്നു എന്നതിന് തെളിവ് തന്റെ പക്കലുണ്ട് എന്ന് വാദിച്ചാൽ പോലീസിന് അദ്ദേഹത്തെ കേസിൽ നിന്ന് ഒഴിവാക്കാനാകുമോ എന്നതാണ് ചോദ്യം. ബലാത്സംഗ കേസുകളിൽ പ്രതി താൻ സംഭവ സ്ഥലത്തുണ്ടായിരുന്നില്ല എന്ന് വാദിച്ചാൽ പോലീസിന് പ്രതിയെ കേസിൽ നിന്ന് ഒഴിവാക്കാനുള്ള സാഹചര്യം കുറവാണ്. കേസെടുക്കുന്നതിൽ പരമപ്രധാനമായിട്ടുള്ളത് ഇരയുടെ മൊഴിയും ഇര നൽകുന്ന തെളിവുകളുമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ വേണം ഇര കുറ്റമാരോപിക്കുന്ന വ്യക്തിക്കെതിരെ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിക്കാൻ. ഒരു FIR രജിസ്റ്റർ ചെയ്താൽ അന്വേഷണം എങ്ങനെ നടത്തണം, ഏതെല്ലാം തെളിവുകൾ ശേഖരിക്കണം, ഏതൊക്കെ സാക്ഷികളെ വിസ്തരിക്കണം, ആരെയൊക്കെ പ്രതിയാക്കണം, ഏതെല്ലാം സ്ഥലങ്ങളിൽ പോയി തെളിവെടുപ്പ് നടത്തണം എന്നീ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അന്വേഷണോദ്യോഗസ്ഥനാണ്. ഇദ്ദേഹമാണ് ഈ പറഞ്ഞ രീതിയിലുള്ള അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിക്കാൻ അധികാരപ്പെട്ട വ്യക്തി. ചില സാഹചര്യങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് വ്യക്തമായും കൃത്യമായും ബോധ്യം വരികയാണെങ്കിൽ ഇര കുറ്റക്കാരനെന്ന് ആരോപിക്കുന്ന പ്രതിയെ FIR-ൽ ചേർത്തിട്ടുണ്ടെങ്കിൽ പോലും കൃത്യവും സ്പഷ്ടവുമായ അന്വേഷണം നടത്തി ഉത്തമമായ ബോധ്യം വന്നതിനുശേഷം ആ പ്രതിക്കെതിരെ ഇര ആരോപിച്ചതുപോലുള്ള തെളിവുകൾ ഒന്നും തന്നെയില്ല എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിനു മുൻപായി പ്രസ്തുത പ്രതിയെ കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കാൻ അന്വേഷണോദ്യോഗസ്ഥന് സാധിക്കും. പക്ഷേ വിവാദമായ പല കേസുകളിലും അന്വേഷണോദ്യോഗസ്ഥർ അതിന് മുതിരാറില്ല. മാധ്യമവിചാരണ നടക്കുന്ന ഇത്തരം സാഹചര്യങ്ങളിൽ അന്വേഷണോദ്യോഗസ്ഥർ കാര്യമായ മാധ്യമവിചാരണ നേരിടേണ്ടി വരുമെന്നുള്ളതുകൊണ്ട് തന്നെ പ്രതി കോടതിയിൽ പോയി കേസ് നേരിടട്ടെ എന്ന് കരുതി അന്വേഷണോദ്യോഗസ്ഥൻ പ്രതിയെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കാറില്ല. എന്നിരുന്നാലും FIR രജിസ്റ്റർ ചെയ്ത ശേഷം അന്വേഷണം നടത്തുന്ന അവസരത്തിൽ പ്രതിപ്പട്ടികയിൽ ചേർത്ത പ്രതി താൻ ഇര ആരോപിച്ചതുപോലെ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്ന് വാദിച്ചു മതിയായ രേഖകൾ ഹാജരാക്കുന്ന പക്ഷം ഉദ്യോഗസ്ഥന് വേണമെങ്കിൽ പ്രസ്തുത പ്രതിയെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കാവുന്നതാണ്. അതുകൊണ്ടുതന്നെ നിവിൻ പോളി പ്രതി ചേർക്കപ്പെട്ട കേസിൽ വ്യക്തമായും കൃത്യമായുമുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിവിൻ പോളിക്ക് കേസിൽ യാതൊരു പങ്കുമില്ല എന്ന് ഉത്തമബോധ്യം വന്നതിനുശേഷം അന്വേഷണോദ്യോഗസ്ഥന് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ നിവിൻ പോളിയുടെ പേര് FIR-ൽ നിന്ന് ഒഴിവാക്കാനുള്ള അപേക്ഷ കൂടി കൊടുത്ത് നിവിൻ പോളിയെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കാവുന്നതാണ്. ഈയൊരു സന്ദർഭത്തിലും തനിക്കെതിരെയുള്ള കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് നിവിൻ പോളി ഹൈക്കോടതിയെ സമീപിച്ചാലും സംഭവസമയത്ത് പ്രസ്തുത വ്യക്തി സ്ഥലത്തുണ്ടായിരുന്നില്ല എന്ന വസ്തുത പരിശോധിച്ച് ഹൈക്കോടതിക്ക് അദ്ദേഹത്തെ കേസിൽ നിന്ന് ഒഴിവാക്കാനുള്ള സാഹചര്യം തീരെയില്ല. കാരണം പ്രതി ഉന്നയിക്കുന്ന പ്ലീ ഓഫ് അലീബി പ്രതിക്കെതിരെയുള്ള കേസ് റദ്ദ് ചെയ്യുന്നതിനുള്ള മതിയായ കാരണമല്ല എന്ന് ഹൈക്കോടതി പല വിധികളിലൂടെ പ്രസ്താവിച്ചിട്ടുണ്ട്. കുറ്റപത്രം സമർപ്പിച്ചതിനുശേഷം കുറ്റാരോപിതൻ കോടതിയിൽ ഹാജരാകുന്ന മുറയ്ക്ക് തനിക്കെതിരെയുള്ള കുറ്റാരോപണം നിലനിൽക്കുന്നതല്ലെന്നും താൻ സംഭവ സമയത്ത് സ്ഥലത്തില്ലായിരുന്നു എന്നുമുള്ള തെളിവുകൾ കാണിച്ച് ഡിസ്ചാർജ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് കോടതിയിൽ നിന്ന് കുറ്റവിമുക്തനാക്കിയുള്ള ഉത്തരവ് നേടാൻ സാധിക്കും. അല്ലാതെ അന്വേഷണ സമയത്തോ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിനു മുൻപോ പോലീസുകാർക്ക് കുറ്റാരോപിതനെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള സാഹചര്യമില്ല. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.